ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ നമ്മള് കഴിഞ്ഞ തവണ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫാന്റസി നോവൽസിനെ കുറിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു 2, 3 സംസാരിച്ചപ്പോഴേ ഹാരി പോട്ടർ തന്നെ പകുതി സമയത്തിൽ കൂടുതൽ കൊണ്ടുപോയി. അപ്പോ ഇനി നമുക്ക് ബാക്കിയുള്ള ഫാന്റസി ഐറ്റംസിന്ന് തുടങ്ങാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എല്ലാവരും വായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ലൈഫ് ഓഫ് പൈ. എനിക്ക് അത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫാന്റസി നോവൽസ്. കാരണം ആ വേൾഡ് ബിൽഡിംഗ് അഗെയിൻ ഇസ് ജസ്റ്റ് ബ്രില്യൻറ്റ്. കാരണം ആ ആ ഒരൊറ്റ ബോട്ട്, ആ ബോട്ടിന്റെ അകത്തെ യാത്രക്കാര്, അവർ തമ്മിലുള്ള കെമിസ്ട്രി, പിന്നെ ഇക്കോസിസ്റ്റം എല്ലാം കൂടെ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലൈഫ് ഓഫ് പൈല് യാൻ മാർട്ടൽ വരച്ചിരിക്കുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇറ്റ് ജസ്റ്റ് ടുക്ക് ഔട്ട് എ ലോട്ട് ഫ്രം ഹിം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിയാട്രിസ് ആൻഡ് വിർജിൽ, ദാറ്റ് വാസ് എ ഫ്ലോപ്പ്. പലയിടത്തും കോളേജസിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലൈഫ് ഓഫ് പൈ. അത്രയും നല്ല ക്വാളിറ്റി ഓഫ് ലാംഗ്വേജും ഒക്കെ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ദ മൂവി ആക്ച്വലി ഡിഡ് എ ഡിസർവിസ്. കാരണം ആ ബുക്കില് അത്ര പ്രീച്ചി അല്ലായിരുന്നു. എസ്പെഷ്യലി ആ എൻഡിങ്ങിലെ പാർട്ടുണ്ടല്ലോ. പുള്ളി ആ അമ്മയുടെ ഈ നടന്ന കഥ മുഴുവൻ റിച്ചാർഡ് പാർക്കറും ബബൂണും സീബ്രയും ആയിട്ടുണ്ടായിരുന്ന കഥകൾ മുഴുവനും പുള്ളി മാറ്റി അമ്മയും മറ്റേ കുക്കും ഒക്കെ ആയിട്ട് പുള്ളി ആ സിനിമയിൽ പറയുന്നുണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് വാസ് വെരി പ്രീച്ചി. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ സിനിമ കാണുന്നവർക്ക് കുറച്ചും കൂടി സ്പൂൺ ഫീഡ് ചെയ്യണം. കാരണം ആഹ് എല്ലാവർക്കും ഈ വായിക്കുകയും അണ്ടർടോൺസ് മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരു ആർട്ട് സിനിമയായി അത് അവസാനിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെയൊക്കെ എന്താണ് അഭിപ്രായം ലൈഫ് ഓഫ് പൈനെ കുറിച്ച്? യുവർ മെമ്മറീസ്, യുവർ തോട്ട്സ് അബൌട്ട് ഇറ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിഷ്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ് ലൈഫ് ഓഫ് പൈ. ബട്ട് അഗെയിൻ നോവല് സിനിമയാക്കിയപ്പം എവിടേക്കോ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയതുപോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക് ദർ ഈസ് വൺ സീക്വൻസ്, നമ്മുടെ കഥാനായകൻ ഹി ഗോസ് ബ്ലൈൻഡ് ഫോർ സം ടൈം ഫ്ലോട്ട് ചെയ്യുമ്പോൾ എതിരെ വേറൊരു ആള് വരുന്നുണ്ട്, വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് എ വേർഷൻ ഓഫ് ദ കുക്ക് ഓൺലി. പുള്ളിക്കും കണ്ണ് കാണാൻ വയ്യാന്ന് തോന്നുന്നു. പുള്ളി കൊല്ലാൻ ശ്രമിക്കുന്നു നമ്മുടെ കഥാനായകനെ. എന്നിട്ട് പൈ രക്ഷപ്പെടുന്നുണ്ട്. ഐ മീൻസ് ഹി സ്റ്റാബ്സ് ഹിം ബാക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ കടുവ ആക്രമിക്കുക എന്തോ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഹി ഫീൽസ് ദാറ്റ് റിമോഴ്സ് ഈവൻ ദോ കുക്ക് ആ വ്യക്തി കൊല്ലാനാ ശ്രമിച്ചെങ്കിൽ. ആൻഡ് ദാറ്റ് സീക്വൻസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദെയർ ഇൻ ദ മൂവി. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ലൈക്ക് this might be a little bit disgusting. Like there is one point where he tries to derive some nourishment from excrement. ആ ഒരു പ്രോസസ്സ് പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്. അഗെയിൻ ഇറ്റ്സ് സംതിങ് വിച്ച് ക്യാൻ ബി കൺസിഡർ അൺഫിലിമബിൾ. കാരണം ആ പടത്തിന്റെ റെസ്റ്റ് ഓഫ് അതിന്റെ ടോണുമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് വരില്ല. സോ അങ്ങനെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അഗെയിൻ ദ വേൾഡ് ബിൽഡിംഗ്. പിന്നെ തുടക്കത്തിൽ പോണ്ടിച്ചേരി സൂനെ കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. So in a way, we get some very in-depth knowledge about animals and plants, everything in that zoo. അത് കഴിയുമ്പോൾ പിന്നെ പൈയുടെ റിലീജിയനോടുള്ള ഔട്ട്ലുക്ക്, ഈ സംഭവമൊക്കെ അങ്ങ് ഗ്ലോസ് ഓവർ ചെയ്യുകയാണ് സിനിമ. കുറ്റം പറയാൻ പറ്റില്ല, കാരണം വി ഡോണ്ട് ഹാവ് ദാറ്റ് സ്പേസ്. സോ ഇൻ എ വേ മൂവി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ദ നോവൽ. പിന്നെന്ന് വെച്ചാൽ ഡം ഡൗൺ വേർഷൻ. ആൻഡ് it works for a different kind of audience because it's so visually beautiful. Adananu, that's uh, the movie is known for that more than anything else. So yeah, so that's my memory of Life of Pi. അതും അതില് കുറച്ച് ഭയങ്കര ആ തുടക്കത്തിലെ ഭാഗത്തിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് statements ഉണ്ട്. As in, some are extremely hard hitting. Talks about the capability of human beings to do
ക്രൂവൽ തിങ്സ്. ഇപ്പം എവിടുത്തെ ഒരു സൂവില് കുരങ്ങന് അകത്ത് റേസർ ബ്ലേഡ് വെച്ചിട്ട് പഴം കൊടുക്കും തള്ളി ഇറക്കിയിട്ട്. അങ്ങനെയൊക്കെ കുറെ ക്രൂവൽറ്റി, മനുഷ്യന്റെ ക്രൂവൽറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൽ ഇപ്പോഴും ഒരു ലൈൻ എനിക്ക് ഓർമ്മയുണ്ട്. ഇഫ് യു ടേക്ക് ദ സിറ്റി ഓഫ് ടോക്കിയോ ആൻഡ് ഹോൾഡ് ഇറ്റ് അപ്സൈഡ് ഡൗൺ യു വിൽ ബി സർപ്രൈസ്ഡ് അറ്റ് ദ എമൗണ്ട് ഓഫ് വൈൽഡ് ലൈഫ് ദാറ്റ് ഫാൾസ് ഔട്ട് ഓഫ് ഇറ്റ്. Basically, what they're trying to say is that in every city there is a lot of wildlife that just thrives unobserved. പക്ഷെ ഐ തിങ്ക് അതില് എനിക്ക് ഓർമ്മയുള്ളത് മൂവിയില് ഐ തിങ്ക് കവിത കൃഷ്ണമൂർത്തിയുടെ ഒരു സോങ് ഹെഡ് ഗോൺ ഫോർ ഓസ്കേഴ്സ്. ഒരു ഉഗ്രം പാട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ തന്നെ അതിന് ചെറുതായിട്ടൊരു വര വെച്ചു, സെയിങ് അത് ഇരയിമ്മൻ തമ്പിയുടെ. ഐ ഡോണ്ട് തിങ്ക് എന്തോ ഇറ്റ് വാസ് ഇൻസ്പയർഡ് ഫ്രം ഇറ്റ് എന്നുള്ളതായിരുന്നു, അത് ഒറിജിനൽ മ്യൂസിക് അല്ല എന്നുള്ളതായിരുന്നു. അതായിരുന്നു എനിക്ക് മൂവി ഈ പറഞ്ഞ മാതിരി എനിക്ക് കണ്ടാൽ കൊള്ളാന്നുണ്ട്. അനദർ തിങ്, ഈ ബിയാട്രിസും വിഷ്വലിലും ഇതുമാതിരി ഒരു പെറ്റൽ ആനിമൽ അബ്യൂസിന്റെ മെൻഷൻ ഇല്ലേ? അത് മെൻഷൻ അല്ല, ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് ആസ് ദ പാർട്ട് ഓഫ് ദ പ്ലോട്ട് എന്ന് വേണേൽ പറയാം. അത് ഒരു 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 അന്തവും കുന്തവും ഇല്ലാത്ത കഥയാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഓഫ് വിത്ത് എ ഗൈ ഹൂ ഇസ് അണേബിൾ ടു റൈറ്റ് ആഫ്റ്റർ എ ബെസ്റ്റ് സെല്ലർ നോവൽ ഹാസ് ബീൻ പബ്ലിഷ്ഡ്. ഈ ഓട്ടോബയോഗ്രഫി ആണോ? പുള്ളി ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എന്നിട്ട് പുള്ളി ഒരു കഥ എഴുതുകയാണ്, പ്ലേ ആയിട്ടെന്തോ എഴുതുകയാണ്, അബൌട്ട് എ ഹൗലർ മങ്കി ആൻഡ് എ ഡോങ്കി ഹൂ ആർ escaping from people and trying to cross a shirt. എന്തൊക്കെയോ ഇമേജറി ഉണ്ട് അതില്. എന്താണെന്ന് നമുക്കറിയില്ല. രണ്ടെണ്ണം പുകച്ചിട്ട് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോ അതിന്റെ അകത്ത് യെസ്, നല്ലപോലെ ഹ്യൂമൻ ക്രൂവൽറ്റി ഉണ്ട്, ആനിമൽ ക്രൂവൽറ്റി ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട്, നമ്മൾ ഈ ആനിമൽ ക്രൂവൽറ്റി നമ്മളും പേപ്പറിലൊക്കെ വായിക്കുന്നതാണല്ലോ. മറ്റേ പടക്കം കൊടുത്ത ആനയ്ക്ക് ലൈക്ക് ഒരാവശ്യമില്ല അതിന്റെ ഒന്നും. അല്ല, പടക്കം കൊടുത്തത് അത് അവസാനം കേട്ടത് അത് പടക്കം കൊടുത്തതല്ല, പന്നിക്ക് വെച്ച പടക്കം ആന കഴിച്ചതാണ്, പൈനാപ്പിൾ. കഴിച്ചതാണ്. ഇല്ല, അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനില്ല. എക്സെപ്റ്റ് ഐ You റിമെമ്പർ should definitely read it. I think every book lover should read Life of Pi. Definitely. അത് അത്ര ഡിഫിക്കൽട്ട് റീഡും അല്ല. It's a must read. ഞാൻ സിനിമ കണ്ടിട്ടേ ഉള്ളൂ, പുസ്തകം വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല. അപ്പോൾ അൺറിലയബിൾ നറേറ്റർ ആണെന്നറിയാം. പിസൈൻ പട്ടേൽ അല്ലേ, മറ്റേ ഇർഫാൻ ഖാൻ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടൊരു എനിക്ക് തോന്നുന്നത് ഇതൊരു ഐമാക്സ് ആയിരുന്നില്ല, ചെന്നൈയിൽ വെച്ചാണ്. അത് ഐനോക്സ് വലിയ സ്ക്രീനിൽ കൊള്ളാവുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. മൈസൂർ ഇൻഫോസിസിൽ വെച്ചാണ് ഞാൻ കണ്ടത്. ഇത് ശരിക്കും അതിൻ്റെ വിഷ്വൽസും പിന്നെ അവസാനം ഈ കഥ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്കുള്ള അവർക്കുള്ളൊരു സ്റ്റോറി കൊടുക്കുന്നതല്ലേ, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻവെസ്റ്റിഗേഷന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് എന്താ പറയുക, ഇതൊക്കെ ഒരു അലീഗറി ആണെന്ന്, അതായത് അലീഗറി അല്ല, ഇതൊരു ഒരുതരം മെറ്റഫർ പോലെ പുള്ളിക്കുണ്ടായ സംഭവം ആ സർവൈവേഴ്സിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് കേട്ടപ്പോൾ ഒരു ഇത് തോന്നി. അതായത് ഐ വോണ്ട് ടു ബിലീവ് ദി ഒറിജിനൽ വേർഷൻ. I want to believe the tiger version, not the other one, because that is much more darker. മനുഷ്യരെ അവിടെ വെച്ച് കഴിയുമ്പോൾ നമുക്കത് കുറെ കൂടി എന്താ പറയുക, അതാണ് എനിക്ക് കുറച്ചുകൂടി ഡാർക്കറായിട്ട്, അല്ലെങ്കിൽ അതാണ് നമുക്ക് ഒബിയസ്ലി ഡാർക്കറായിട്ട് തോന്നുന്നത്. സ്വന്തം അമ്മയും ഒക്കെ ഇൻവോൾവ് ആയിട്ടൊരു കഥയാണത്. അയാളുടെ സ്വന്തം അമ്മ ഇൻവോൾവ് ആയിട്ടൊരു കഥയാണ്. പിന്നെ ഒന്ന് പറയാൻ വന്നത്, ഒന്നാമത്തെ കാര്യം, ഈ ബുക്കർ പ്രൈസ് കിട്ടിയ ബുക്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പതിവ്. കാരണം ഞാൻ ഈ അവാർഡ് പടം എന്നൊരു ഇതിൽ, കാരണം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടുമ്പോഴാണ് ആദ്യമായിട്ട് ബുക്കർ പ്രൈസ് എന്താണെന്ന് അറിയുന്നത്. അന്ന് എനിക്ക് ആരോ ഒരു ബുക്ക് തന്നിരുന്നു. ഞാൻ അപ്പോൾ ഏകദേശം 9th 10th അങ്ങോട്ട് പഠിക്കുമ്പോൾ അപ്പോൾ ഒരു ബുക്ക് കിട്ടിയായിരുന്നു എനിക്ക്.
വായിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ടീച്ചറോ ആരോ തന്നത് അതുവഴി വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ടീച്ചറുണ്ട്, ഇംഗ്ലീഷ് ടീച്ചറുണ്ട്, പുള്ളിക്കാരി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നൊരു ബുക്ക്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ച് 2-3 പേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് തലയിൽ കയറുന്നില്ല. ഇത് മനസ്സിലാവില്ല. എനിക്ക് ആ ടൈമിൽ ഇത് എടുക്കാനുള്ള ഇതില്ല. പിന്നെ ബുക്കർ പ്രൈസിന്റെ ബുക്സ് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ സൈഡിലേക്ക് അങ്ങ് ഒതുക്കി വയ്ക്കും. അതെടുക്കാറില്ല. എന്തായാലും ഇപ്പോൾ പറഞ്ഞു കേട്ടതനുസരിച്ചിട്ട് ഞാൻ ലൈഫ് ഓഫ് പൈ എടുത്ത് വായിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഒരാൾ എന്നോട് ഇതിനെ ഒരു കാര്യം പറഞ്ഞു. ഇതിനൊക്കെ ഒരു റിലീജിയസ് അലിഗറി ഉണ്ട്. കാരണം ഈ സെൻട്രൽ ക്യാരക്ടർ എല്ലാ റിലീജിയനെയും വിശ്വസിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അത് സിനിമയിലും പറയുന്നുണ്ട്, ബുക്കിലും പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിനൊക്കെ സ്പിരിച്വാലിറ്റിയുമായിട്ട് എന്തോ ഒരു കണക്ഷൻസ് ഉണ്ട്. എനിക്കത് വായിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും സിനിമയുടെ വിഷ്വൽ ബ്യൂട്ടിയിലോ അല്ലെങ്കിൽ ബുക്കിലെ പ്രോസിലോ ഒക്കെ കഥയിൽ ഇൻവോൾവ് ആയിരിക്കും. കഥയ്ക്ക് അടിയിൽ എന്താണെന്നുള്ളത് ഇങ്ങനെ അതിവായന നടത്തുന്ന ആൾക്കാർക്ക്, അതിവായന ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവർക്കേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു എന്താ പറയാ, മൈ 5 സെൻസ്. അതിന്റെ അലഗറി ഇതാണ്. അപ്പം കഥയ്ക്കകത്ത് ദർ ഈസ് എ സ്റ്റാർട്ട്, ദർ ഇസ് എൻ എൻഡ്, റൈറ്റ്? സോ യു ഹാവ് ടു ടേക്ക് ദാറ്റ് ജേർണി. So which story would you rather tell? No, the one with the animals or one without? Basically, നീ എന്തായാലും ജനിക്കും, എന്തായാലും മരിക്കും. So go with a better story. ഒരു ദൈവമുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. That's what I took it from that. So yeah, I mean, ദൈവമുണ്ട്. There is some justice in this universe. That is a story with the animals. So that is the story which I would like to go with. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. And there are people who want the absolute truth, nothing else. അങ്ങനെ ആൾക്കാരുണ്ട്. അതിൽ ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് ടച്ചിങ് മൂമെന്റ്സ് എന്ന് പറയുന്നത് റിച്ചാർഡ് പാർക്കർ പോകുന്ന ഭാഗമുണ്ട്. അത് ബുക്കിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഇർഫാൻ ഖാൻ പൊളിച്ചടുക്കി സിനിമയിൽ. എന്താ ഒരു ഗുഡ് ബൈ പറയാതെ പോകുന്നതിന്റെ അല്ലേ അത്? തിരിഞ്ഞു പോലും നോക്കാതെ പോകും തിരിഞ്ഞു റിച്ചാർഡ് പാർക്കർ. നോക്കില്ലല്ലോ, കേറി പുള്ളി വെയിറ്റ് ചെയ്ത് നിൽക്കും, തിരിഞ്ഞു നോക്കില്ല. I think, does anyone remember that exact dialogue? Because ആ ഡയലോഗ് നല്ല ഗട്ട് പഞ്ചിങ് ഡയലോഗ് ആയിരുന്നു. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെയിൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ് ആയിരുന്നു അത്. എനിത്തിങ് മോർ ഓൺ ലൈഫ് ഓഫ് പൈ? ഓക്കെ. ഓൺ ബുക്കർ പ്രൈസ് ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ ആദ്യം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഇതുമാരെ ഈ 2 പേജ് കിടന്നിട്ട് ഇത് എന്ത് കഥയാണത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചൊരു ബുക്കാണത്. പിന്നെ കുറച്ചും കൂടി അഗൈൻ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കണം നമുക്ക് അവർക്ക് പ്രൈസ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ഈ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയ ഒരു ബുക്കാണ് എനിക്ക്. പിന്നെ ഞാനതൊരു എനിക്ക് ഇൻഫോസിസിലെത്തിയിട്ടോ അത് എഞ്ചിനീയറിംഗിന്റെ സമയത്ത് മേ ബി അത് കുറച്ചും കൂടെ പ്രായമായിട്ട് ഞാൻ അതെടുത്ത് വായിച്ചപ്പം ആക്ച്വലി ഭയങ്കര നല്ല ബുക്കാ അത്. അതില് അവര് അയ്മനത്തിനെ കുറിച്ച് എഴുതുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മള് ബുക്കർ പ്രൈസ് ഇവഞ്ച്വലി എനിക്കും ഈ തോന്നലുണ്ടായിരുന്നു. നമ്മൾ അവാർഡ് സിനിമകൾ കാണുന്നത് പോലെയാണ് ബുക്കർ പ്രൈസ്. ഐ അറ്റംപ്റ്റഡ് എ ഫ്യൂ. ചിലതൊക്കെ ക്ലിക്ക് ആയിട്ടുണ്ട്, ചിലതൊക്കെ എനിക്ക് ക്ലിക്ക് ആയിട്ടില്ല. വൺ ഓഫ് ദ ബുക്സ് ആക്ച്വലി ക്ലിക്ക് വാസ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സും പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു സംതിങ് അബൌട്ട് ഒരു ബുക്ക്, മെമ്മറീസിനെ കുറിച്ചൊരു ബുക്ക്. അതായത് നമ്മൾക്ക് പ്രായമാവും തോറും ഹൗ വി റിമെമ്പർ തിങ്സ് ആർ ഡിഫറെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിന് പ്രൈസ് കിട്ടിയിരുന്നു 2011 പേര് ഞാൻ മറന്നുപോയി അതിന്റെ. അത് ആക്ച്വലി നല്ലതായിരുന്നു. പിന്നെ ഞാൻ മിനിസ്ട്രി ഓഫ് അതാണോ? മിനിസ്ട്രി ഓഫ് അല്ല അരുന്ധതി റോയിന്റെ അല്ല ഈ ബുക്ക്, ഇത് വേറെ ആരുടെയോ ആണ്. ഐ ഫർഗെറ്റ് ദ ഓഥർ. അതും പക്ഷെ ഒരു ഐറിഷ് ബുക്ക് ഉണ്ടായിരുന്നു, മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ ഗോസിപ്പ് പരത്തുന്ന ഒരു സ്ത്രീനെ കുറിച്ച് എന്തോ അങ്ങനെ അതെനിക്ക് മനസ്സിലായില്ല, വിട്ടുപിടിച്ചു ഞാൻ. റീസെന്റ്ലി there is, I don't know if it is just me or is it with everybody else, the ability to read heavy books are going away. എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ പ്രോബബ്ലി ബിക്കോസ് ഓഫ് ഓൾ ദിസ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ദാറ്റ് വി ഹാവ് ഓർ വാട്ട് എവർ.
ടഫ് റീഡ്സിനെ ടഫ് ഇറ്റ് ഔട്ട് ചെയ്ത് വായിക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് പേഴ്സണലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഹുക്ഡ് ഇൻ ദ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഐ ഫൈൻഡ് ഇറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ടു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കോപ്പർഫീൽഡ് എന്നൊരു ഡീമൺ കോപ്പർ ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് നമ്മുടെ ഡേവിഡ് കോപ്പർഫീൽഡ് അല്ലേ, ആ ഡേവിഡ് കോപ്പർഫീൽഡിന്റെ കഥ മോഡേൺ USA പറിച്ച് നട്ടിട്ടുള്ള കഥയാണ്. ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ പ്രോബ്ലം ഇറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് ത്രൂ ഇറ്റ്. പിന്നെ ഞാനത് മാറ്റി ഓഡിയോ ബുക്ക് ആക്കി. എന്നാൽ പോലും ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് മോട്ടിവേഷൻ ടു സിറ്റ് ത്രൂ ഇറ്റ്. നല്ല ഉഗ്രൻ ലാംഗ്വേജും ഭയങ്കര ക്യാരക്ടേഴ്സും ഒക്കെയാണ്. പക്ഷെ എന്താ പറയാ, നല്ലത് നായ്ക്ക് ചേരൂല എന്ന് പറയുന്ന പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇക്കൊല്ലത്തെ എന്റെ ടാർഗറ്റ് ഇസ് ടു റെഡ്യൂസ് ഓഡിയോ ബുക്സ്. ഈ ഫോക്കസ് ചെയ്യാനുള്ള പ്രശ്നവും ഫോണിൽ തോണ്ടിയിരിക്കുന്നതും കുറയ്ക്കണമെന്നാണ് ന്യൂ ഇയർ അല്ലേ റെസൊല്യൂഷൻ. അത് ഇവിടെ അതെ എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചെറുക്കനും 1 മണിക്കൂർ വീതം എല്ലാം ഡ്രോപ്പ് ചെയ്ത് ഒന്നെങ്കിൽ ലൈബ്രറി ഇരിക്കും അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കും, എന്നിട്ട് വായിക്കും എല്ലാ ദിവസവും. എവറി ഡേ. ഒരു ടാർഗറ്റാണ് വെച്ചേക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടക്കുന്നില്ല, കാരണം ഇവിടെ സ്നോഡിനൊക്കെയാണ് ഞങ്ങള്. ഇനി തിരിച്ച് സ്നോ ഒക്കെ ക്ലിയർ ആകുമ്പോൾ തിരിച്ച് റെസ്യൂം ചെയ്യണം. നിങ്ങൾക്ക് നടക്കുമെന്നറിയില്ല. എന്താ അറിയില്ല, എനിക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കിയില്ലെങ്കിൽ ഒരു സ്വസ്ഥത കിട്ടാറില്ല. അപ്പൊ ഫോൺ പക്ഷെ എവിടെയെങ്കിലും എനിക്ക് വാങ്ങിച്ച് കുറച്ച് 6 വേദന മണി കിട്ടും. കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല കേട്ടോ. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ചാർജറിൽ വെക്കും. ചിലപ്പോൾ എൻ്റെ ബോസ് 6 മണിക്ക് ശേഷം മെസ്സേജ് ചെയ്താൽ പോലും ഞാൻ എടുക്കാറില്ല. അല്ലേ, ഓഫീസ് ഫോൺ എനിക്കില്ല. അത് ഞാൻ അല്ല, അത് ഞാൻ നമുക്കെല്ലാം ഒരിക്കലും ഒരു ഓപ്റ്റ് ഫോണേ ഉള്ളൂ. ചെയ്യാറില്ല. നമുക്കെല്ലാം ഒരു ആണ്. ഫോണേ ഉള്ളൂ. ഇവിടെ ഇഫ് യു ഹാവ് ടു കോൾ ഇറ്റ് നീഡ്സ് ടു ബി അൺലെസ് യു കൺസെന്റ് they have to give you an office phone. എനിവേസ്, അടുത്ത ബുക്കിലേക്ക് പോല. നിങ്ങൾ ആരെങ്കിലും പിരാനസി വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സൂസന്ന ക്ലാർക്കിൻ്റെയാണ് പിരാനസി. എനിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വായിച്ചതിൽ വളരെ നോട്ടബിൾ ആണെന്ന് പറയാവുന്ന ഒരു ഫാന്റസി ബുക്കാണ്. അപ്പം പിരാനസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, പുള്ളി ഒരു ലാബിറിന്തിന്റെ അകത്താണ്. ഒരു എൻഡ്ലെസ് കോറിഡോഴ്സ്, ഓരോ ചുമരുകളിലും ഇങ്ങനെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കടലില് വേലിയേറ്റം വരുമല്ലോ. വേലിയേറ്റം വരുമ്പോൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ വെള്ളം കയറി വരും. അപ്പം ഇവൻ പിരാനസി, he doesn't know how he ended up there, but he has been there all along, and he is trying to find the places in that house to really make sense of his ecosystem. അപ്പൊ അതിന്റെ അകത്തേക്ക് പുള്ളി ഒരാളും കൂടെ വരുന്നു, ഒരാളെയും കൂടെ കാണുന്നു. അപ്പോൾ ഇയാള് 2 ആഴ്ചയിലൊരിക്കൽ ഇയാളെ പിരാനസിയെ വന്ന് കാണും. എന്നിട്ട് പിരാനസിക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇയാള് ഐ മീൻ ഇൻ ദ എൻഡ് ദർ ഇസ് എ ബിഗ് റെവലേഷൻ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ബട്ട് ഇറ്റ് ഇസ് എ എക്സ്ട്രീംലി എഗെയിൻ ഇത് എന്തോ കാര്യമായ അലഗറിയുണ്ട് എനിക്ക് പിടികിട്ടാത്തത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ ബുക്കിന്റെ ഒരു 70-80% ഇതിന്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ. ആകെ ആ ഒരു മുറിക്കകത്ത് ഒരു മനുഷ്യന് 2 ക്യാരക്ടേഴ്സും ഉണ്ട്. അവരുടെ മനോവ്യാപാരങ്ങളും ഒക്കെ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു ബുക്കാണ്. എനിക്ക് എ ബുക്ക് ദാറ്റ് ഐ ഫെൽറ്റ് പ്രൗഡ് ആഫ്റ്റർ റീഡിങ് മൈസെൽഫ്. കാരണം ഞാൻ സാധാരണ വായിക്കുന്ന പോലത്തെ സാധനമല്ല, കുറച്ചുകൂടി ആബ്സ്ട്രാക്റ്റ് ആണിത്. ഈ എസ്കേപ്പ് റൂം ചലഞ്ച് പോലെ വല്ലതും ആണോ? കുറെ സിനിമകൾ അങ്ങനത്തെ ഇല്ലേ? മറ്റേ റൂം 13 എന്നൊക്കെ ഞാൻ പറഞ്ഞ്. എന്താണ് അത് സംഭവം എന്ന് ഞാൻ ഗെയിമിന്റെ പറയുന്നില്ല. അകത്താണ്. അതാണ് എന്റെ എന്ത് ഗസ്. മറ്റേത് ഏ? NPC-യാ. ഏ? ആ അയാൾ ഗെയിമിന്റെ അകത്താണ്. മറ്റേ ഇടയ്ക്കിടയ്ക്ക് വരുന്നവൻ NPC-യാ. ഞാൻ എന്താണ് സംഭവം എന്ന് പറയത്തില്ല. നിങ്ങള് പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്ക്, നല്ല സാധനം. ചിലപ്പോ നരേറ്റർ NPC ആയിരിക്കും, പറയാൻ പറ്റില്ല. ഗുഡ് വൺ. ഇവര് പിന്നെ വേറെ ഏതാ book ഉള്ളത് സുസാന ക്ലാർക്കിന്റെ? സുസാന ക്ലാർക്കിന്റെ വേറെ എന്തോ ഒരു കാക്ക പറക്കുന്ന പടമുള്ള ഒരു പുസ്തകമുണ്ട്. എന്താണ് അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആരാണ്ടോ എന്നും തോന്നിട്ടൊരു സാധനമുണ്ട്. പക്ഷെ അതൊന്നും ഇതിന്റെ അത്രയും ഫേമസ് ആയിരുന്നില്ല. പിരാനസി എനിക്ക് തോന്നുന്നു എന്തോ ഗുഡ് റീഡ്സ് അവാർഡ് ഒക്കെ കിട്ടിയ സംഗതിയാണ്. പിന്നെ നിങ്ങള് ആലിസ് എന്ന് പറഞ്ഞൊരു ബുക്ക് കേട്ടിട്ടുണ്ടോ?
ആലിസ് ഇൻ വണ്ടർലാൻഡ് കഴിഞ്ഞിട്ട് ആലിസ് ഭ്രാന്തിയായിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് വാർഡിൽ ജീവിക്കുകയാണ്. ബേസിക്കലി ആഫ്റ്റർ ഷീ എസ്കേപ്സ് ഫ്രം ദി ക്രിസ്റ്റീന ഹെൻറി ആ പുള്ളിക്കാരുടെ. ക്രിസ്റ്റീന ഹെൻറി. അത് തന്നെ ഓ അത് ഓ തന്നെ. ഓ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു ആ ഇതിന്റെ ഈ മറ്റേ എന്താ പറയാ റീടെല്ലിങ്സ് പറയില്ലേ, ഓരോ ഉം, 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 പഴയ ഫോക്ലോറിന്റെ റീടെല്ലിങ്സ്, ഉം, അതിനകത്ത് ഉം, ഇതിനെ പറ്റി മെൻഷൻ ഉം. ചെയ്തായിരുന്നു. പറഞ്ഞു. ഇച്ചിരി ക്രീപ്പിയാണ്. ബേസിക്കലി സംതിങ് എൽസ് ഓൾസോ എസ്കേപ്ഡ് ഫ്രം ദി റാബിറ്റ് ഹോൾ ആൻഡ് ഇസ് കമ്മിങ് ടു ഫൈൻഡ് ഹെർ ഇൻ ദ സൈക്ക് വാർഡ്. അതാണ് സാധനം. ഞാൻ വായിച്ചിട്ട് കുറച്ച് കൊല്ലമായി, പക്ഷേ ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ് വാസ് ആ വേൾഡ് ബിൽഡിംഗ് അഗെയിൻ, റൈറ്റ്? വാസ് റിയലി റിയലി ബ്യൂട്ടിഫുൾ. ഇതൊരു സ്ഥിരം ട്രോപ്പാണ്. ആലിസിന്റെ സ്റ്റോറി റീടെല് ചെയ്യുമ്പോൾ യൂഷ്വലി എൻസ് അപ്പ് ആലിസ് ഷീ എൻസ് അപ്പ് ഇൻ അസൈലം. പിന്നെ ഞാൻ വായിച്ചൊരു കോമിക് സീരീസ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഫേബിൾസ് അല്ലേ? ഇതുപോലെ ഫേബിൾസിലുണ്ട്. ഫേബിൾസിലുണ്ട്. എനിക്ക് ഗ്രിം എന്ന് പറഞ്ഞൊരു ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇതുപോലെ ചെഷയർ ക്യാറ്റ് ആണ് ഇതിനകത്ത് ഒരു വില്ലൻ. ഒരു വില്ലൻ അവളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ് മാഡ് ഹാറ്റർ ഒക്കെ ആയി മാറുന്നത്. അത് ടൈം ട്രാവൽ പോലൊക്കെ ആവും. എനിവേ കുറെ ക്ലിഷേ I mean, ഇന്നത്തെ see, that's the thing, right? That is Alice in Wonderland. The possibilities with it is immense. I mean, immense. Alice in Wonderland itself is fantasy, right? It is. എനിക്ക് പക്ഷെ ആക്ച്വലി ടിം ബർട്ടന്റെ ആലിസ് ഇൻ വണ്ടർലാൻഡ് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലത്. ഇല്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ദൂരദർശനിൽ പണ്ട് വന്നിരുന്ന ഒരു അനിമേഷൻ ടപ്പ് സീരീസ് ടോപ്പി ടോപ്പി ടപ്പ്. അതായിരുന്നു ഭയങ്കര ഇഷ്ടം. അയ്യോ, എനിക്കതിൽ ചില ഡയലോഗ് എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ ക്വീൻ ഓഫ് ഹാർട്സ് പറയണേ, ഇസെ തോപ്പ് സെ ഉഡാ ദിയാ ജായേ. അല്ല, ഈ പല പല സാധനങ്ങളുടെയും ഒരു റീടെല്ലിങ്, അല്ലെങ്കിൽ ഇപ്പൊ ആലിസ് ഇൻ വണ്ടർലാൻഡ്, ആലിസിനെ ശരിക്കും പുള്ളിക്കാരി കണ്ട ഡ്രീമാണെന്നോ, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും മെന്റലി മീൻസ് പുള്ളിക്കാരുടെ മെന്റൽ ഇൽനെസ്സോ എന്തെങ്കിലും അതിനെ മറയ്ക്കാനുള്ളൊരു ശ്രമമാണെന്നോ എന്നൊക്കെ പറയുന്ന ഒരുപാട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അനുഭവ് പറഞ്ഞ പോലെ ഒരു സീരീസ് ഉണ്ട്, ആലിസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടെന്ന് തോന്നുന്നു. അതും ഇങ്ങനെ എന്തോ ആണ്. എനിക്ക് അത് ഇതല്ല, മീൻസ് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണോ വെബ് സീരീസ് ആണോ എനിക്കറിയില്ല. ആലിസ് തന്നെയാണ് പേര്. ഏകദേശം സിമിലർ ട്രോപ്പാണ് അതിൽ ആലിസ് ഇൻ പറയുന്ന. വണ്ടർലാൻഡ് അത് വേറെ. അത് 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 നമ്മുടെ ഇതുപോലെ, നമ്മുടെ എന്താ പറയുക, ഒരു ഗെയിം പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഓഫ് ഗെയിം പോലെ, ഇതുപോലെ നമ്മുടെ എന്താ പറയുന്നത്, സ്ക്വിഡ് ഗെയിം പോലത്തെ ഒരു സംഭവം തോന്നുന്നു. ഇത് അതേപോലെ സിമിലർ ആയിട്ടൊരു സംഭവം. ഇപ്പോൾ സാൻഡി പറഞ്ഞ പോലെ തന്നെ അസൈലത്തിൽ പെടുന്ന നമ്മുടെ പറയുകയാണെങ്കിൽ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, സക്കർ പഞ്ച് എന്നൊരു പടം ഓർമ്മയുണ്ടോ? വിഷ്വലി കിടിലമായിട്ടൊരു പടമാണ്. ഒരു സാക് സ്നൈഡർ. പുള്ളിക്കാരുടെ തലയ്ക്കകത്ത് ഷീ ഹാസ് ബീൻ ലോബോട്ടമൈസ്ഡ്. പിന്നെ എല്ലാം പുള്ളിക്കാരുടെ തലയ്ക്കകത്ത് തോന്നുന്ന കാര്യങ്ങളാണ്. ആലിസ് ശരിക്കും ഒരു കുട്ടിയല്ല, അതിൽ ഷീസ് പോസ്റ്റ് ടീൻ, ഐ മീൻ ടീനേജ് ഒക്കെ കഴിഞ്ഞൊരു സ്ത്രീയാണ്. പുള്ളിക്കാരി നേരിട്ട് മിററിൽ കാണുമ്പോൾ ഒക്കെ ഡിസേബിൾഡ് ആയിട്ടൊരു സംഭവമാണ് നമ്മളെ കാണിക്കുമ്പോൾ. പക്ഷെ പുള്ളിക്കാരി ഒരു മിററിൽ നോക്കുമ്പോൾ പുള്ളിക്കാരി വളരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ ഹോളിയുടെ അതേ ഒരു ഇതിലായിരിക്കും, അപ്പിയറൻസിലാണ് പുള്ളിക്കാരി വരുന്നത്. ഇപ്പം അതാണ് ഓർമ്മ വരുന്നത്, ആലിസ് എന്നൊക്കെ പറയും. ശരിക്കും സ്ട്രേഞ്ചർ തിങ്സിലെ ഹോളി അതാണല്ലോ, ഹോളി എത്തിപ്പെടുന്ന ലോകത്ത് പുള്ളിക്കാരി വായിച്ച പുസ്തകത്തിലെ കഥാപാത്രമായിട്ടാണല്ലോ വരുന്നത്. അതായത് പുള്ളിക്കാരിക്ക് ആലിസിന്റെ ഗെറ്റപ്പാണ് സെയിം. പക്ഷെ അങ്ങനെ ഒരു വണ്ടർലാൻഡിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ നാട്ടുകാർ നമ്മൾ അപ്പൊ തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതാണ് എന്റെ അതാണ് fear. സംഭവം. അതെ. നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല. സർവമായ കണ്ടില്ലേ, സർവമായ ലുലു. സർവമ്മയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. അതായത് എല്ലാവരും കണ്ടതായതുകൊണ്ട് ഞാൻ പറയുവാണ്. ആക്ച്വലി നിവിൻ പോളിയുടെ കൂടെയുള്ള പെണ്ണ് നിവിൻ പോളി തന്നെയായിരുന്നു ഈ പറഞ്ഞ അവളുടെ കാമുകൻ. കാമുകൻ. പുള്ളിക്കൊരു theory ട്രോമ കണ്ടായിരുന്നു.
പുള്ളിക്കൊരു ട്രോമ ഉണ്ടെന്ന് പുള്ളി അൽഫോൺസ് പുത്രനോട് പോയി പറയുന്നുണ്ട്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു ട്രോമ ഉണ്ടായിരുന്നു എന്ന്. അത് അമ്മ മരിച്ച ട്രോമയല്ല, കാമുകി മരിച്ച ട്രോമയാണ്. അതുകൊണ്ട് ഇവന്റെ കൂടെ ഒരു ഡെല്യൂഷനായിട്ട് അവളിങ്ങനെ കൂടെ നടക്കുവാണ്. അവൻ എന്തോ ഒരു മറ്റേ പോയിന്റ് ഗിറ്റാർ പ്ലേ ചെയ്തിരുന്നപ്പോ അതിന്റെ ഫാൻ ഗേൾ ആയിരുന്നു ഇവള്. അവന്റെ റോക്ക് ബാൻഡ് ഒക്കെ കണ്ട് ഫോളോ ചെയ്ത്. അതെങ്ങനെയോ അവന് ട്രിഗറായി. ഇത് പുള്ളിക്കാരി കൂടെ നടക്കുമായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ് അവസാനം പുള്ളിക്ക് ഓർമ്മ വരുന്നു. അതായത് ഇത് പുള്ളി ഇങ്ങനെ പുള്ളിയുടെ മനസ്സിനകത്ത് ഇതിങ്ങനെ ലെയർഡായിട്ട് കിടക്കുമായിരുന്നു. ആ ക്ലോസ് എൻകൗണ്ടർ വരുമ്പോൾ പുള്ളിക്ക് എല്ലാം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അതാണ്. ആൻഡ് ഹീ ആക്ച്വലി forgives himself എന്നാണ് അതിൻ്റെ ഒരു തിയറി. ഷീസ് വെരി ക്രീപ്പി ആണെങ്കിൽ, കാരണം ഷീ വാസ് വാട്ട് 18 വെരി 19 ഇയർ ഡാർക്ക്. ഓൾഡ്. No, ആ he നല്ല was in a അങ്ങനെ ആ reluctant relationship. എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ റിജക്ട് ചെയ്യുന്നു. Hey, see, ഉം, ഉം. അല്ല, ഡോണ്ട് ജസ്റ്റിഫൈ ചെയ്യണ്ട ഇതിനെ. Platonic അങ്ങനെ relationship പറഞ്ഞ ആണ്. ഈ പറഞ്ഞ പോലെ ഫഹദ് ഫാസിലും നസ്രിയുടെ കാര്യം ചോദ്യം ചെയ്യേണ്ടി വരുമല്ലോ. അത് ഈ ഈ ഇമ്മാനുവൽ മാക്രോൺ എന്താണ് പറയണേ, ക്ലാസ്മേറ്റിന്റെ അമ്മയെ കെട്ടി. രാജ്കുമാർ റാവു എന്തോ പണി വാങ്ങിച്ചു പിടിച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ. എന്താണ് അതും എന്തോ അണ്ടർ ഏജിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ്. എന്താ സംഭവം എന്നറിയില്ല. പല സ്ഥലങ്ങളിലും മീംസ് കാണാം. No, I mean, if she was in her late 20s and he was in his late 40s, I'll still accept it because a kutti, older, അല്ല, see, I mean, he worldwide never stud. accepted her, right? He never ആ accepted her. അതെ, ആ കേസിൽ correct. അവൾക്ക് വൺ വേ പ്രേമമായിരുന്നിരിക്കാം. ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയുള്ള ബോധമില്ലായ്മ കുട്ടികൾ കാണിക്കും. അത് ഈ Anyways, കാൽവിൻ ആൻഡ് ഹോബ്സിന്റെ ആക്ച്വലി ദർ ഇസ് എ വേർഷൻ വേർ ഇതുമാരെ ഒരു ക്രീപ്പി വേർഷൻ ഉണ്ട് വേർ Calvin is a lobotomized സൈക്കോ patient. സൈക്ക് വാർഡിലാണ്. ഹോബ്സ് is imagining Calvin. അത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ അടുത്തിടയ്ക്ക് ഫേസ്ബുക്ക് തള്ളുന്നായിരുന്നു. all these children's fantasy always has another creepy side. വേണമെങ്കിൽ എഴുതാവുന്ന ഒരു creepy side ഉണ്ട് അതിന്. ഓക്കെ, ഹൗ അബൌട്ട് കോരപ്പാപ്പൻസ് ഫാന്റസി? സെക്കൻഡ് പാർട്ട് ആരെങ്കിലും വായിച്ചു? ഇല്ല. വാങ്ങിക്കണം. റിവ്യൂസ് ഒന്നും വന്നു തുടങ്ങിയില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് പാർട്ടിന് ഞാൻ പറയാം, ട്രോൾ ലൈബ്രറിയുടെ റിവ്യൂ കണ്ടു. പുള്ളി തരക്കേടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ പുള്ളി തരക്കേടില്ല എന്ന് പറയുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രൈയബിൾ ആയിരിക്കും. പക്ഷെ ഇതില് കുറെ സയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്, ടെക്നോളജി ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് അവസാനമായപ്പോ. എനിവേസ് എൻഡിങ് പഴയ പോലെ തന്നെ ഒന്നുമില്ലാത്തടത്ത് കൊണ്ടുവന്ന് എൻഡ് ചെയ്തു. അല്ലെങ്കിൽ എൻഡിങ് അത്ര ഗ്രാറ്റിഫൈങ് ആയിരുന്നില്ല എന്നാണ് അഭിപ്രായം. വളരെ ഈ സയൻസും ഒക്കെ കുത്തി കയറ്റുമ്പോഴാണ് എനിക്ക് ഒരു പ്രശ്നം തോന്നുന്നത്. വിക്കിപീഡിയ അടിക്കുന്ന ഒരു അലമ്പ് സാധനമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പാർട്ട് 1 അമേരിക്കയിൽ നിന്ന് വന്ന ഒരുത്തൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് അല്ല അതിൽ കിടക്കുന്ന ഇംഗ്ലീഷ്. പിന്നെ അയാൾ എന്തിനാ അമേരിക്കയിൽ നിന്ന് വന്നത്? അയാൾക്ക് വേറെ എവിടെ നിന്ന് വരായിരുന്നല്ലോ അല്ലേ? അയാൾ പക്ഷെ ആർമി കോരപ്പാപ്പൻ ഫുള്ളി ഇന്റർനാഷണൽ, ട്രൂലി ഇന്റർനാഷണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയെ കൊണ്ടിട്ടത്. കോരപ്പാപ്പനെ ഡീമിസ്റ്റിഫൈ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതില്ല. കോരപ്പാപ്പന്റെ മിസ്റ്ററി തന്നെയാണ് കോരപ്പാപ്പന്റെ. സെക്കൻഡ് പാർട്ട് ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് ചളവാൻ പോവാണ്. ജസ്റ്റ് ഗിവിംഗ് ഇറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം, അതൊക്കെ പ്രോപ്പർ വെർഡിക്റ്റ് ഇറക്കാം. ഈ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ മിത്തോളജിക്കൽ ഫാന്റസി എഴുതുമ്പോൾ അതിൽ ഈ പ്രസന്റ് ടൈംസ് എഴുതുന്നതിൽ ഭയങ്കരമായിട്ട് പാളുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കോരപ്പാപ്പന്റെ കാര്യം പറയുവാണെങ്കിലും കാന്തമാല ചരിത്രത്തിന്റെ കാര്യം പറയുവാണെങ്കിലും നമുക്കതിൽ ഹിസ്റ്റോറിക്കൽ എലിമെന്റ്സിനോട് അല്ലെങ്കിൽ മിത്തോളജിക്കൽ എലിമെന്റ്സിനോടാണ് കൂടുതൽ താല്പര്യം. ഈ കോരപ്പാപ്പന്റെ കഥയിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിസ് ടിക്കോരയിൽ കോരപ്പാപ്പന്റെ കഥയല്ലാതെ ബാക്കിയെല്ലാം ആ ടുപാക് ഷാക്കൂറിന്റെ കാര്യം പറയുന്നതും പിന്നെ ആ മറ്റേ കാനിബലിസത്തിന്റെ കാര്യം പറയുന്നതും
ഈവൻ ഇറാഖിലുള്ള പുള്ളിയുടെ പാസ്റ്റ് പറയുന്നതും ആ പ്രസന്റ് ടൈംസ് ഏറ്റവും അല്ല ഈ പറഞ്ഞ പോലെ ഇവർക്കൊരു ഫ്രെയിം സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടി നറേറ്റർ കുറെ സ്ത്രീകളുടെ കൂടെ ഇരിക്കുന്നതും ആ സംഭവമൊക്കെ എനിക്ക് വളരെ അതിനെനിക്ക് ഈ ആവശ്യമില്ലാത്ത കോക്കോഡീമറിന്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ ഇട്ടത് ബുക്കിന് സൈസ് കൂട്ടിയതാന്ന് തോന്നുന്നു. കോരപ്പാപ്പന്റെ കഥ മാത്രം പറയുമായിരുന്നെങ്കിൽ സംഗതി വേറെ ലെവലായിരുന്നു. ഞാൻ അധികവും സ്കിപ്പ് ചെയ്യാണ് ഉണ്ടായത്. ഞാൻ കോരപ്പാപ്പന്റെ കഥ മാത്രമേ വായിച്ചുള്ളൂ. അല്ല, സി ദാറ്റ് ഇസ് എ ജനറൽ പ്രോബ്ലം വിത്ത് the stories with two timelines. You find you relate so much to one timeline, പിന്നെ മറ്റേ ടൈം ലൈനിലോട്ടുള്ള ഭാഗം നറേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് ചോക്ക് ആൻഡ് പീസ്. ഇറ്റ്സ് എ ഹാർഡ് തിങ്. കാരണം മറ്റേ ടൈം ലൈനിലുള്ള എസ്പെഷ്യലി ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സും മറ്റേ മോഡേൺ ഡേ ക്യാരക്ടേഴ്സും രണ്ടും തമ്മിലുള്ള പാരലൽസ് നമ്മൾ വരച്ചുകൊണ്ട് പോകുമ്പോൾ യു റിയലി ക്രേവ് ഫോർ ദ ഹിസ്റ്റോറിക്കൽ characters more because one, you relate to them more. Secondly, the modern characters are not relatable or you have not അറ്റ് ഓൾ. mm, ദാറ്റ് ഇസ്. പക്ഷെ നമ്മൾ ഡാൻ ബ്രൗൺ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ വിഷമം ഇല്ലല്ലോ. എക്സാക്ട്ലി. ഡാൻ ബ്രൗണിൽ നമ്മള് പഴയ ടൈം ലൈൻ കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇതിന്റെ മാത്യു secret- റിലി ഫോർ എക്സാമ്പിൾ ദ ടെമ്പിൾ. ആക്യുറേറ്റ് ഫോർ എക്സാമ്പിൾ. നിങ്ങൾ ആരെങ്കിലും ക്ലൗഡ് അറ്റ്ലസ് കണ്ടിട്ടുണ്ടോ സിനിമ? നോവലും നോവല് വായിച്ചിട്ടില്ല. അതിലെനിക്ക് അതിലെനിക്ക് തോന്നുന്ന ടൈം ലൈൻ ഒക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇറ്റ്സ് മൈക്ക് മൾട്ടിപ്പിൾ ടൈം ലൈൻസ്, അല്ലെങ്കിൽ 7 ടൈം ലൈൻസ് വന്നു. റീഇൻകാർണേഷൻ പോലെ എന്തോ ആയിരുന്നില്ലേ? സെയിം ആക്ടേഴ്സ് ആണ് പല പല ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യുന്നത്. അത് പറയുന്നില്ല റീഇൻകാർണേഷൻ ആണെന്ന്. കാരണം ഇൻകാർണേഷൻ പറയുന്നില്ല. ഒരു പക്ഷേ ഒരാൾ കഥ പറയുന്നത് കൊണ്ട് നമുക്ക് പല ക്യാരക്ടേഴ്സ് വരുന്നതായിരിക്കും. കാരണം നമ്മളെപ്പോഴും സങ്കല്പിക്കുന്നത് ചുറ്റുവട്ടത്തുള്ള ആളുകളെ ഫേസ് ആയിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എല്ലാ കഥകളും അടിപൊളിയായി. പ്രത്യേകിച്ച് ഒരു ഷിപ്പിനകത്ത് ഇവനെ പോയിസൺ ചെയ്യുന്ന ഒരു കഥയില്ലേ, പതുക്കെ പതുക്കെ പോയിസൺ ചെയ്ത് വരുന്ന ഒരു സംഭവം, അത് ഉഗ്രം കഥയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം അതാണ്. ഏറ്റവും എന്താ പറയാ, ഒരു ത്രില്ലർ ലെവലിലുള്ള ഒരു കഥയായിരുന്നു. ഒരു ഓർമ്മയില്ല. നോവൽ എടുത്ത് വായിക്കുന്ന സിനിമയൊന്നും കാണുന്നില്ല. പക്ഷെ അതില് ടൈം ലൈൻസ് നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ നോവൽ ഉണ്ടെന്ന് പോലും ഈ ഇടയ്ക്കാണ് എനിക്ക് അറിയുന്നത്. സിനിമ 2 വട്ടം കണ്ടതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, കാരണം ഇങ്ങനെ ഈ ആന്തോളജി ഫിലിംസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറെ എണ്ണം അതുപോലെ സെലക്ട് ചെയ്തെടുത്ത് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ക്ലൗഡ് അറ്റ്ലസ്. ആന്തോളജി ഫിലിംസ് പറഞ്ഞപ്പം ട്രിക്ക് ഓർ ട്രീറ്റ് കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് വെരി ഗുഡ്. അയ്യോ, അത് ഹൊറർ അല്ലേ? ഹൊററാണ്. ആന്തോളജി ഫിലിംസ് പറഞ്ഞോണ്ട് പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല ഹൊറർ. നെറ്റ്ഫ്ലിക്സിലുണ്ടോ അത് ട്രിക്ക് ഓർ ട്രീറ്റ്? ഐ ഡോണ്ട് നോ. ഓസ്ട്രേലിയ കാണുമായിരിക്കും, അറിയില്ല. ഇന്ത്യയിലില്ല തോന്നുന്നു. ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന അക്ര കാഴ്ചകളാണ്. തൃക്കോത്രി. ഓ, അതൊരു ക്ലാസിക്, way ahead of its time. Okay, should we get back to fantasy? Yeah, Yes. back to fantasy. അതുപോലെ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വായിച്ച ഒരു ഡിഫറെന്റ് കഥ. ഇറ്റ്സ് കോൺട്രവേഴ്സ്യൽ. ഓക്കെ, ഇറ്റ് ഈസ് എ ബുക്ക് കോൾഡ് റിംഗ് ഷൗട്ട്. ജെലി പി ക്ലാർക്ക് അങ്ങനെ എന്തോണ് റൈറ്ററിന്റെ പേര്. ഈ മറ്റേ കൂക്ലുക്സ് ക്ലാൻ ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ US-ല്, മറ്റേ വെള്ളത്തൊപ്പിയും വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കറുത്തവർക്കാരെ കൊല്ലാൻ നടക്കുന്നവര്. സോ എ ബഞ്ച് ഓഫ് ബ്ലാക്ക് പീപ്പിൾ ആർ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് കൂക്ലുക്സ് ക്ലാൻ. അവര് ഈ കൂക്ലുക്സ് ക്ലാനിനെ പോയി ഹണ്ട് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് കോമ്പാറ്റേറ്റീവ്. പിന്നെ ഈ കൂക്ലുക്സ് ക്ലാൻ എന്ന് പറയുന്നവരെ ഡീമൺസ്, അവർക്ക് കുറച്ച് സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഡീമൺസ് ആയിട്ടാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു നോവലാണ്. ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ്, എന്താണ് അണ്ടർഡോഗ് സ്റ്റോറി. അതും അഗൈൻ ആ സമയത്തെ US-ഉം ആ ഫിയറും ആ ടെൻഷനും ആളുകളുടെ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു റിംഗ് ഷൗട്ട്. ഇതും അഗൈൻ
ഏതോ ഒരു യുനോ ഗുഡ് റീഡ്സ് ചോയ്സ് അവാർഡോ എന്തോ കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഗുഡ് റീഡ്സ് ചോയ്സ് അവാർഡ് ഫോർ 2020 ആയിരുന്നു ഈ സംഭവം. അപ്പൊ ഇതിലൊരു മെയിൻ ക്യാരക്ടർ ഉണ്ട്. ആ മെയിൻ ക്യാരക്ടർ ഇവരെ ഹണ്ട് ചെയ്യാൻ, കുക്ലുക്സ് ക്ലാനെ ഹണ്ട് ചെയ്യാൻ നടക്കുകയാണ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് സംതിങ് ഐ എൻജോയ്ഡ് സിവിയർലി. കാരണം ഐ മീൻ it's very violent, and violence against violence is still violence. അപ്പോ It's satisfying violence. for me somehow it didn't feel satisfying. I don't know why. പക്ഷേ again ഒരുപാട് പേര് ഭയങ്കരമായിട്ട് റിവ്യൂ ചെയ്തും റേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് റിംഗ് ഷൗട്ട്, ജെലി ക്ലാർക്കിന്റെ. ഇതും ഒരു കോമൺ ട്രോപ്പാന്ന് തോന്നുന്നല്ലേ? ഏത്? ക്ലൂ ക്ലുക്സ് ക്ലാൻ KKK. അല്ല, ഫുള്ളി ആക്ച്വലി കോമഡിയാണ്. നമ്മൾ തന്നെ ലേറ്റർ ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ മൊത്തം കോമഡിയാണ്. How അവരുടെ do people take തലവനെയൊക്കെ them ഹൈ seriously? ഡ്രാഗൺ No, എന്നൊക്കെയാ it's just വിളിക്കുന്നത്. very ഇത് people കേട്ട് കഴിഞ്ഞാൽ ഈ തോന്നിയിട്ടുണ്ട്. കൊച്ചു പിള്ളേരുണ്ടാക്കിയ എന്തോ ക്ലബ് പോലൊക്കെ തോന്നുന്നത്. ആ ഒരു നമ്മള് തട്ടത്തിൻ മൊത്തത്തിലൊരു മറയത്തിനാ ഹ്യൂജ് ക്ലബ്ബായിരുന്നു അത്. ഈ തട്ടത്തിൻ മറയത്തിനകത്ത് നിവിൻ പോളി എല്ലാവരും കൂടെ ഒരു ഗ്യാങ് ഉണ്ടാക്കുമല്ലോ. ഗ്യാങ്ങിന്റെ പേര് സ്മാർട്ട് ബോയ്സ്. സ്മാർട്ട് ബോയ്സ്. അതേപോലെ Smart boys. അതേപോലെ ഒരു പേരാണ് ഈ ക്ലൂ ക്ലാക്സ് ക്ലാൻ. കരിക്കില് പറയുകയല്ല, Smart അമ്മാവ boys. എന്റെ പടം എടുത്ത് റോക്കിംഗ് ബഡീസിൽ ഇട്ടടാ. എന്താണ് റോക്കിംഗ് ബഡീസ്? എന്റെയും കൂട്ടുകാരുടെയും വാട്സാപ്പ് പേര് ഗ്രൂപ്പ്. മാറ്റണം. റോക്കിംഗ് ബഡീസ്. അല്ല, ഈ പറഞ്ഞ സംഭവല്ലേ, ഇപ്പൊ നമ്മള് ഇങ്ങനെ ഹണ്ടർ ബിക്കംസ് ഹണ്ടഡ്, അത് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പോ ക്ലൂ ക്ലുക്സ് ക്ലാനെ ഹണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാസി ഹണ്ടേഴ്സ് ഉണ്ട്. നാസി ഹണ്ടേഴ്സ് ഉണ്ട്. ഒരു സീരീസ് ഉണ്ട് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അൽ ഹണ്ടേഴ്സ്. പച്ചിനോട്. വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ഫൈനൽ എപ്പിസോഡ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഫുൾ അതൊക്കെ പോയ ബിൽഡപ്പ് ഒക്കെ നശിച്ചു. ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ്. ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ്. ബേസിക്കലി ടാരന്റിനോ ഫിലിംസ് അല്ല ഇതാട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വയലൻസിനുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു ആനിമലിസ്റ്റിക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ജാങ്കോ അൺചെയിൻഡ്. ഒരു കുക്ലുക്സ് ക്ലാനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ആഡം ഡ്രൈവറിന്റെ. ബ്ലാക്ക് ക്ലാൻസ്മാൻ. അവനത് Black Klansman. നല്ല പടമായിരുന്നു. അത് ഒരുപാട് റിയൽ ലൈഫ് കഥകളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒരു സ്റ്റോറി ഉണ്ട്, ഒരാള് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് ഇവരുടെ വീക്കിലി പാസ്വേഡ്സ് ഉണ്ട്, അത് മൊത്തം ലീക്ക് ചെയ്തിട്ട് ഈ തെരുവി കളിക്കുന്ന പിള്ളേർക്ക് കൊടുക്കും, പാസ് ചെയ്യും. അപ്പൊ ബേസിക്കലി ഈ KKKയിലെ ആൾക്കാർ നോക്കുമ്പം അവരുണ്ടാക്കിയ പാസ്വേഡ്സ് ഒക്കെ പിള്ളേര് അത് ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നു, അവരുടെ ക്ലബ് ഉണ്ടാക്കിയിട്ട്. ബേസിക്കലി എന്താ ചെയ്യുന്ന വെച്ചാല്, ആസ് ഹ്യൂമൻസ് വി ഓൾവേസ് വാണ്ട് ടു ബിലോങ് ടു എ ക്ലബ്. ഇഫ് ദാറ്റ് ക്ലബ് ഇസ് നോട്ട് കൂൾ ഇനഫ് വിൽ ലീവ് ഇറ്റ്. അപ്പം ഐഡിയോളജിക്കാര് കൂടുതല് ദ ക്ലബ് ദാറ്റ് ദേ ബിലോങ് ടു, എല്ലാരും അതിനെ കളിയാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പതുക്കെ ആൾക്കാർ അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. സോ ദേ ആർ ക്വൈറ്റ് ഫാസിനേറ്റിംഗ് സ്റ്റോറീസ്, ക്വൈറ്റ് എ ഫ്യൂ. പിന്നെ ഈ ടാരന്റിനോ മൂവീസ് നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടായിരുന്നു? വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. അത് ഇതേപോലെ അതൊരു ഹിപ്പീസ് ആർ ട്രൂ, ഒരു മാൻസൺ ഫാമിലി. മാൻസൺ ഫാമിലി അല്ലേ. അപ്പം അവർ ആക്ച്വലി ആ നടിയെ കൊല്ലുന്നതാണ്, അതാണ് ട്രൂ സ്റ്റോറി. അപ്പം പൊളാൻസ്കിയുടെ ഭാര്യയായിരുന്നു. അപ്പം അതില് ഇന്നത്തെ ഹിസ്റ്ററി തന്നെ മാറ്റി എഴുതി. അപ്പം ഈ ഒറിജിനൽ കഥ അറിയാവുന്നവർക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ലാസ്റ്റിലെ വയലൻസ്. മേ ബി നോട്ട് ഫോർ അതേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ ആ ക്ലൈമാക്സിനും 10 വട്ടമെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ആ പട്ടിനെ സൗണ്ട് ഉണ്ടാക്കില്ലേ, കൈ കയറി കടിക്കുന്നത്, മറ്റേ ഫ്ലെയിം ത്രോവർ സീനല്ലേ, സാറ്റിസ്ഫൈങ് ക്ലൈമാക്സ്. മൈൻഡ് ഹണ്ടർ സീരീസ് തന്നെ നമുക്ക് ഓരോ എപ്പിസോഡും ക്രീപ്പ് ചെയ്യണം.
അത് 900. That is amazing. ഒന്നാമത്തെ കാര്യം ചെയ്യുന്ന ആളും പ്രശ്നക്കാരനാണ്. ഡയറക്ടർ തന്നെ ഡേവിഡ് ലിഞ്ച് അല്ലേ അത്? David ഡേവിഡ് Lynch. Oh, sorry, David Fincher. ഡേവിഡ് ഫിഞ്ചർ എല്ലാം Okay. കൊള്ളാം. ഡേവിഡ് ലിഞ്ചും അതെ, ഡേവിഡ് ഫിഞ്ചർ അതെ, എല്ലാവരും ഒന്നിനൊന്ന് അതെ. മെച്ചപ്പെട്ട ആൾക്കാർ. Both are good. അതിനകത്ത് എഡ് കെമ്പറിനെ കാണിക്കുന്ന സീൻ ഉണ്ടല്ലോ, സോ ഇന്റിമിഡേറ്റിംഗ്. That actor has done a very fine job. ഇതിന്റെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണം. എങ്ങനെയാണ് എന്താ ലൈറ്റ്നെസ് നോക്കിയ ആ മേക്കപ്പും എല്ലാം വെച്ച് ഒരു എനിക്ക് രക്ഷയില്ലാത്ത. എഡ് കെമ്പറിന്റെ സീൻ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കത് ഒന്നുകൂടി ഇരുന്ന് കാണണം. ബിക്കോസ് ഇറ്റ്സ് സോ സ്കേറി വെൻ ഹി കംസ് ആൻഡ് ടോക്സ് ടു പ്രൊട്ടഗണിസ്റ്റിന്റെ പേര് വന്നുപോയി, FBI ഗൈ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ പുള്ളി പേടിക്കുന്നത് പോലെ നമ്മളും പേടിക്കും. ബിക്കോസ് ഇതൊരു അജാനുബാഹുവാണല്ലോ, ഒരു 7 അടി എങ്ങനെ ഹൈറ്റ് ഉള്ള മനുഷ്യൻ. എന്നിട്ട് പുള്ളി വിവരിക്കുകയും ചെയ്യും. അപ്പൊ പുള്ളി വയലൻസ് ഒന്നും ത്രട്ടൻ ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ way he talks and carries himself, creepy. Back to fantasy. നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇനിയും കുറെ പുസ്തകങ്ങളുണ്ട്. നമ്മള് ഗെയിം ഓഫ് ത്രോൺസ് ഒന്നും തൊട്ടിട്ടില്ല, അതൊക്കെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു എപ്പിസോഡ് ബ്രേക്ക് എടുക്കാം, ആൻഡ് വി വിൽ കണ്ടിന്യൂ ഫാന്റസി ഇൻ ദ നെക്സ്റ്റ് സെറ്റ്. ടിൽ ദെൻ ദിസ് ഇസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. സന്ദീപ്, അനൂപ്, കൃഷ്ണകുമാർ ആൻഡ് ലേഖ. Bye.